2025 നീറ്റ് എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ ദർശന അക്കാഡമി നീറ്റ് ഫ്ലിക്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ +1 ഫിസിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സാണ്. +1 ഫിസിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൻ്റെ കൺസെപ്റ്റിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നും 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. കമ്പൽസറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ആയിരിക്കും. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. 2023 ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിനിൽ നിന്നും ഓൺ ആൻ ആവറേജ് 1 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ 2023 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും നമ്മുടെ +1 ഫിസിക്സിലെ ചാപ്റ്റേഴ്സാണ്. ആ 3 ചാപ്റ്റേഴ്സും നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ 4 കൺസെപ്റ്റുകളാണ്: ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡയമെൻഷൻ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആൻഡ് എറേഴ്സ്. അതിൽ ഡയമെൻഷനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ നമുക്കറിയാം 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലേ, ഫണ്ടമെൻ്റൽ ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലേ. ഏതൊക്കെയായി ഈ 7 ക്വാണ്ടിറ്റീസ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇവരെ 7 പേരെയും നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ 7 ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഡയമെൻഷണൽ അനാലിസിസ് നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്നും മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം പല സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ട്. MKS സിസ്റ്റം ഉണ്ട്, FPS സിസ്റ്റം ഉണ്ട്, CGS സിസ്റ്റം ഉണ്ട്, അങ്ങനെ പല സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ട്. ഈ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്നും മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യും. രണ്ടാമത്, നമുക്കൊരു ഫിസിക്കൽ റിലേഷൻ തന്നിട്ടുണ്ട്, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യും. അതുപോലെ ഒന്നിലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കാനും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് ചെയ്യും? ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യും. യൂസ് ചെയ്യുന്നത് ത്രൂ എ പ്രിൻസിപ്പിൾ ആണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. എന്താ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്? സെയിം ക്വാണ്ടിറ്റീസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യത്തുള്ളൂ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും ആഡ് ചെയ്യത്തുമില്ല, സബ്ട്രാക്ട് ചെയ്യത്തുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതിൽ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. നമുക്കിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിലുള്ള ഓരോ ടേംസും എന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബീറ്റ സ്ക്വയറിൻ്റെ SI യൂണിറ്റ് അല്ലെങ്കിൽ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീറ്റയുടെ ഡയമെൻഷൻ അറിയണം. ബീറ്റയുടെ ഡയമെൻഷൻ അറിയാമെങ്കിലേ ബീറ്റ സ്ക്വയറിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ബീറ്റ എന്ന് പറയുന്ന ആ ഒരു ടേം ഈ ഇക്വേഷനിൽ എവിടെയാണെന്ന് നമ്മൾ നോക്കുമ്പം അതൊരു എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പം നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അതുപോലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഒന്നും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ദേ ആർ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ്. നമുക്ക് പറയാം എക്സ്പോണൻഷ്യൽ ആയിട്ട് കിടക്കുന്ന ആ ടേം ബീറ്റ XT വിച്ച് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അതെന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? m⁻⁴, l⁻⁴, t⁻�0. ഓക്കെ, അതിൻ്റെ അകത്ത് ഓരോ ടേംസും എക്സും ടിയും ഒക്കെ എത്രയാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ബീറ്റയുടെ ഡയമെൻഷൻ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് എക്സ് വിച്ച് ഈസ് L, ഡയമെൻഷൻ ഓഫ് ടി വിച്ച് ഈസ് ക്യാപിറ്റൽ T ഈക്വൽ ടു m⁻⁴, l⁻⁴, t⁻�0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബീറ്റയുടെ ഡയമെൻഷൻ എല്ലിനെയും ടീനെയും നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകാം. m⁻⁴, l⁻⁻⁻1, t⁻⁻1.
ദെൻ ബീറ്റ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. m⁻⁴, l⁻², t⁻². This is the dimensional formula of beta square, and which is option 3. m⁻⁴, l⁻², t⁻². അതുപോലെ നമ്മുടെ ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെഷർമെൻ്റ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏതൊക്കെ നമ്പേഴ്സാണ്, എല്ലാ ഡിജിറ്റും സിഗ്നിഫിക്കൻ്റ് ആണോ, അല്ലെങ്കിൽ ഏതൊക്കെ ഡിജിറ്റാണ് സിഗ്നിഫിക്കൻ്റ് അല്ലാത്തത് എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത റൂൾ അറിയണം. കുറച്ചധികം റൂൾസ് ഉണ്ട്, ഒരു 6-7 റൂൾസോളം ഉണ്ട്. അതിൽ ഓരോ റൂൾസുമാണ് ഇപ്പം കാണുന്നത്. അതിൽ ഫസ്റ്റ് റൂൾ പറയുന്നത് എല്ലാ നോൺ സീറോ ഡിജിറ്റും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. കൂടാതെ നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ സീറോസും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ ലെഫ്റ്റ് ഓഫ് നോൺ സീറോ ഡിജിറ്റ്, അതായത് നോൺ സീറോ ഡിജിറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സീറോസ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ. അതുപോലെ ഒരു നമ്പർ ലെസ് ദാൻ 1 ആണെന്ന് വിചാരിക്കുക. ഒരു ഡെസിമൽ ഇട്ട നമ്പർ ആണ് വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് വരുന്ന നോൺ സീറോ ഡിജിറ്റിൻ്റെ ഫ്രണ്ടിലുള്ള സീറോസ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൻ്റെ ഫ്രണ്ടിലുള്ള സീറോസ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി ഈ ഡെസിമലുള്ള ഈ നമ്പറിൻ്റെ തന്നെ ട്രെയിലിംഗ് സീറോസ്, ടെർമിനൽ സീറോസ്, അതെല്ലാം എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. എങ്കിൽ ഡെസിമൽ ഇല്ലാത്ത നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിലിംഗ് സീറോസ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇത്രയും റൂൾസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു നമ്പറിലെ അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാസ് ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്പർ 80267. അതിൽ 8, 2, 6, 7 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിൽ 0 എന്ന് പറയുന്നത് 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിലുള്ള നമ്പറാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ദെൻ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ് 5. രണ്ടാമത്തെ നോക്കി, 0.80200. അതിൽ നമ്മൾ പറഞ്ഞു ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൻ്റെ ഫ്രണ്ടിലുള്ള സീറോസ് ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പം ഫസ്റ്റ് സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷേ ടെർമിനൽ സീറോസ്, ലാസ്റ്റ് കിടക്കുന്ന സീറോസ് എല്ലാം എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെയും 1, 2, 3, 4, 5 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതുപോലത്തെ മൂന്നാമത്തെ ഓപ്ഷനിലോ അതും ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു നമ്പറാണ്, ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പേഴ്സ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഈ 2 സീറോസ് കൗണ്ട് ചെയ്യണോ? വേണ്ട. പിന്നെ ഏതൊക്കെയാണ്? 807 വിച്ച് ഹാസ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ലാസ്റ്റ് ഓപ്ഷൻ 0.80760. അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഫസ്റ്റ് സീറോ കൗണ്ട് ചെയ്യുമോ? ഇല്ല. ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്? 5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് ഏതാണ്? ഓപ്ഷൻ 3. എളുപ്പമല്ലേ? ആ റൂൾസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അതുപോലെ നമ്മുടെ ഈ ചാപ്റ്ററിലെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എറർ. അതായത് നമ്മൾ ലാബിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഫൈനൽ റിസൾട്ട് ഉണ്ട് അല്ലേ? ഇത്ര റീഡിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് ഇത്ര വാല്യൂ ആയിരിക്കണം കിട്ടേണ്ടത്. പക്ഷെ നമ്മുടെയൊക്കെ റിസൾട്ടൊക്കെ എങ്ങനെയായിരിക്കും? കറക്റ്റ് ആ വാല്യൂ ആയിരിക്കുമോ? അല്ല. അതിൽ നിന്നും ചിലപ്പം കുറവായിരിക്കും, ചിലപ്പം കുറച്ചും കൂടെ കൂടുതലായിരിക്കും. വിച്ച് മീൻസ് ദർ ഈസ് ആൻ എറർ. അവിടെ എന്തുണ്ട്? ഒരു എററുണ്ട്. അപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നടത്തുന്ന മെഷർമെൻറ്റിൻ്റെ അകത്തെ അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ് എന്ന് പറയുന്നതാണ് എറർ. അപ്പോൾ ഈ എറർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുന്നത്? നമ്മുടെ നമ്പർ ഓഫ് റീഡിങ്സ് കൂട്ടും. നമ്മൾ ഒരു സെറ്റ് റീഡിങ്സ് ആണോ എടുക്കുന്നത്? അല്ല, 5 or 6 സെറ്റ് റീഡിങ്സ് എടുക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ എല്ലാം കൂടെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു മെഷർമെൻറ്റിൻ്റെ ട്രൂ വാല്യൂ ആണ്. അപ്പം ട്രൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഒരു റീഡിങ്സിൻ്റെ എല്ലാം അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ട്രൂ വാല്യൂവിൽ നിന്നും നമ്മുടെ ഓരോരോ റീഡിങ്സും എത്രമാത്രം ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആ ഡിഫറൻസ് കാണിക്കുന്നതാണ് അബ്സല്യൂട്ട് എറർ.
നമ്മൾ മെഷർ ചെയ്ത വാല്യൂ ട്രൂ വാല്യൂവിൽ നിന്നും എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നതാണ് അബ്സല്യൂട്ട് എറർ. ഇനി ഈ അബ്സല്യൂട്ട് എററിനെ ട്രൂ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവ് എറർ കിട്ടും, വിച്ച് ഈസ് അബ്സല്യൂട്ട് എറർ ബൈ ട്രൂ വാല്യൂ. ഇപ്പോൾ സപ്പോസ് എ ആണ് നമ്മുടെ മെഷർമെൻ്റ് എന്നെങ്കിൽ എയിലുണ്ടാവുന്ന എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എ ആണ്, അതിൻ്റെ ട്രൂ വാല്യൂ എ ആണ്, വിച്ച് ഈസ് ഡെൽറ്റ എ ബൈ എ ആണ് റിലേറ്റീവ് എറർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിലേറ്റീവ് എററിനെ നമ്മൾ ഇൻ പെർസെൻറ്റേജിൽ പറയുവാണെന്നുണ്ടെങ്കിൽ അതെന്താകും? പെർസെൻറ്റേജ് എറർ ആകും. ഓക്കെ, അപ്പോൾ ഓരോ എററും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചു അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ. പക്ഷേ ഇതുപോലെ ഡയറക്റ്റ് ആയിരിക്കത്തില്ല നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പകരം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പം കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് നമുക്ക് നോക്കാം. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം, അല്ലെങ്കിൽ അതിനെ ഒരു ഇക്വേഷൻ ഫോമിലൊക്കെ എഴുതുമ്പം ഈ എറർ എങ്ങനെയാണ്, ഫൈനൽ റിസൾട്ടിൽ ഉണ്ടാവുന്ന എറർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതായത് റിപ്പീറ്റഡ് ആയിട്ടും ചോദിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടിലെ എറർ, റിലേറ്റീവ് എററും അബ്സല്യൂട്ട് എറർ. മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇസഡിൽ ഉണ്ടാവുന്ന റിലേറ്റീവ് എറർ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ്, എയിലുണ്ടാവുന്ന റിലേറ്റീവ് എറർ ഡെൽറ്റ എ ബൈ എ, ബിയിലുണ്ടാവുന്ന റിലേറ്റീവ് എറർ ഡെൽറ്റ ബി ബൈ ബി. അപ്പോൾ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡിനെ നമുക്ക് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്നെഴുതാം. അതുപോലെ ആ ഒരു ഇസഡ് എന്ന് പറയുന്ന മെഷർമെൻറ്റിൽ അല്ലെങ്കിൽ റിസൾട്ടിലെ അബ്സല്യൂട്ട് എററിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡെൽറ്റ ഇസഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു ഇസഡ്. ഇനി നമുക്കറിയാം നമ്മുടെ ഓരോ ഫിസിക്സിലെ ഇക്വേഷൻസും ഇതുപോലെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻസ് അല്ല, പകരം പവേഴ്സ് ആയിട്ടുള്ളതുണ്ട്. പവേഴ്സ് ആയിട്ടുള്ള ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? പവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു എ റേസ് ടു പി ആണ്. എ റേസ് ടു പി എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ എഴുതും? പി ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് ബി റേസ് ടു ക്യൂ ആണ്. ക്യൂ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഡിവൈഡഡ് ബൈ സി റേസ് ടു ആർ ആണ്. അതും എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യും. പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമാണ്, എറർ എപ്പോഴും ആഡ് ചെയ്തേ പോകത്തുള്ളൂ. എറർ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? സബ്ട്രാക്ട് ചെയ്യത്തില്ല. എറർ എപ്പോഴും നമ്മൾ ആഡ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് പെർസെൻറ്റേജ് എറർ നമുക്ക് തന്നിരിക്കുന്നത് പെർസെൻറ്റേജ് എറർ ആണ് ഇൻ മെഷർമെൻറ്റ് ഓഫ് സൈഡ് ഓഫ് എ ക്യൂബ്. ക്യൂബിൻ്റെ സൈഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു സൈഡിലെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 2% ആണ്. ആ ക്യൂബിൻ്റെ മാസിലുണ്ടാകുന്ന പെർസെൻറ്റേജ് എറർ 3% ആണ്. ദെൻ പെർസെൻറ്റേജ് എറർ ഇൻ മെഷർമെൻറ്റ് ഓഫ് ഇറ്റ്സ് ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം. ഇനി വോളിയം ഓഫ് എ ക്യൂബ് വിച്ച് ഈസ് എ ക്യൂബ്, ദാറ്റ് ഈസ് എം ബൈ എ ക്യൂബ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റിയിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് എററിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ റോ ബൈ റോ ഇൻറ്റു 100 ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 പ്ലസ് എ ക്യൂബിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്? 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് എററിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? മതി. ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 മാസിലുണ്ടാവുന്ന പെർസെൻറ്റേജ് എറർ 3%. ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എന്ന് പറയുന്നത് 2%. അപ്പം 3 ഇൻറ്റു 2%. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 9%, which is the percentage error in measurement of density. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു വയ്ക്കേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, 1 ഡയമെൻഷണൽ മോഷൻ. 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ കുറേ ടേംസ് ആണ് പഠിക്കുന്നത്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. കൂടാതെ ഈ ആക്സിലറേഷൻ്റെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ നമ്മൾ പറയും. ഏതാ സ്പെഷ്യൽ കണ്ടീഷൻ? ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആവുന്ന കേസ്. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കും. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ
നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യും. ഏതാ സെറ്റ് ഓഫ് ഇക്വേഷൻസ്? കൈനമാറ്റിക് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ. ഏതൊക്കെയാ ഇക്വേഷൻസ്? v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, അതുപോലെ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, തേർഡ് വൺ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഇൻ സിറ്റുവേഷൻസ് വെയർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ആ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്പീഡ്. എന്താ സ്പീഡ്? സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ പാത്ത്, ആക്ച്വൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ടൈം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ LT⁻⁻1. ഈസ് ഇറ്റ് എ സ്കെയിലാർ ഓർ വെക്റ്റർ ക്വാണ്ടിറ്റി? സ്കെയിലാർ ക്വാണ്ടിറ്റി. കാരണം ഡിസ്റ്റൻസും ടൈമും എന്ത് ക്വാണ്ടിറ്റീസ് ആണ്? സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇതെന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജേണി, ഒരു ട്രാവൽ കഴിഞ്ഞു വന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കുവാണ് എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഒന്നെങ്കിൽ ഒരു 40 km/h അല്ലെങ്കിൽ ഒരു 50 km/hലാണ് ട്രാവൽ ചെയ്തത്. എപ്പോഴും നമ്മൾ ഈ 40 km/h 50 km/hലായിരുന്നോ വണ്ടി ഡ്രൈവ് ചെയ്തത്? അല്ല. ചിലപ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കും, ചിലപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പീഡിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ആവറേജ് സ്പീഡും. ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ, അതായത് 2 സെക്കൻഡിൽ എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്, 5 മിനിറ്റിൽ എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്തത് എന്നൊക്കെ പറയുന്ന ഏത് സ്പീഡാണ്? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. ഇനി ഒരു ജേണി കംപ്ലീറ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ആവറേജ് സ്പീഡ് പറയും. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, വിച്ച് ക്യാൻ ബി മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റഡ് ആസ് Δx ബൈ Δt. അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെയാണ്, ഒരു പർട്ടിക്കുലർ ടൈമിലെയാണ്. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? dx ബൈ dt. പൊസിഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ പാർട്ടിക്കിൾ കവർ ഫസ്റ്റ് 1/3 ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v1. അപ്പോൾ നമുക്ക് ആ ഫിഗർ അങ്ങ് വരച്ചേക്കാം. ഇതാണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ്, വിച്ച് ഈസ് എക്സ് ആണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ്. അതിൽ 1/3 എന്ന് പറയുമ്പം x/3 വരും അല്ലേ? x/3 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് വിത്ത് എ സ്പീഡ് v1. ബാക്കി റിമൈനിങ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v2. റിമൈനിങ് ഡിസ്റ്റൻസ് എത്രയുണ്ട്? 2x/3 വിത്ത് എ സ്പീഡ് v2. ദെൻ ആവറേജ് സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് v ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? x ആണ്. ടോട്ടൽ ടൈം ഇത്രയും കവർ ചെയ്തത് t1 ടൈമിലാണ്, ബാക്കി കവർ ചെയ്തത് t2 ടൈമിലാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ t1ഉം t2 എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. then time is equal to distance by speed. ഓക്കെ, അപ്പം t1ഉം t2ഉം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ? ചെയ്യാം. t1 പ്ലസ് t2 എങ്ങനെ എഴുതാം? t1 എന്ന് പറയുന്നത് x/3 v1 ആണ്, പ്ലസ് 2x/3 v2. ഓക്കെ, എക്സ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ളത് കാരണം കോമൺ ആയതുകൊണ്ട് കട്ട് ചെയ്ത് കളയാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3v1 v2 ബൈ 2v1 പ്ലസ് v2. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ട് ഈ രീതിയിലാവും. ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് വെലോസിറ്റി. വെലോസിറ്റിയും സ്പീഡും തമ്മിൽ എങ്ങനെയാണ്? സ്പീഡ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, വിച്ച് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡയമെൻഷനും അതുപോലെ യൂണിറ്റും എല്ലാം എന്താണ്? സെയിം ആസ് സ്പീഡാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പം മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പം വെലോസിറ്റീനെ നമ്മളൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വെക്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഡിസ്റ്റൻസിൻ്റെ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെയും വെലോസിറ്റീനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും.
അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുമ്പം എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? വെക്റ്റർ ആയിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നേരം പൊസിഷൻ വെക്റ്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം വേണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പം വെക്റ്റർ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. വെക്റ്റർ മീൻസ് ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് വിച്ച് ഷുഡ് ഒബേ വെക്റ്റർ അഡീഷൻ ലോസ്. വെക്റ്റർ അഡീഷൻ ലോസ് ഒബേ ചെയ്യണം. അതുപോലെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ശ്രദ്ധിച്ചോണം, സ്പീഡിൻ്റെ കേസിൽ നമ്മൾ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്, വെലോസിറ്റിയുടെ കേസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് ഇവർ തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ്. സ്പീഡ് സ്കെയിലർ ആണ്, വെലോസിറ്റി വെക്റ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. ഒരു ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. 2 സെക്കൻഡിലെയാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം. വി ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുന്നത് എന്താണ്? ഡി എക്സ് ബൈ ഡി ടി. അപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3t² പ്ലസ് 4t മൈനസ് 3. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 × 2 6t പ്ലസ് 4 എന്ന് പറഞ്ഞു കിട്ടും. ദിസ് ഈസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമുക്ക് എവിടത്തെയാണ് കണ്ടുപിടിക്കേണ്ടേ? അറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. അറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് എന്ന് പറയുമ്പം ടിക്ക് എന്ത് കൊടുക്കണം? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം വി ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 6 × 2 പ്ലസ് 4. 6 × 2 12. 12 പ്ലസ് 4 16 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ 4. ഓക്കെ, വെറുതെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇനിഷ്യൽ ടൈം 0 ആയിട്ട് എടുത്താണ് അങ്ങനെ എഴുതുന്നത് കേട്ടോ. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. എന്താ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്താ ഡയമെൻഷൻ? LT⁻². ഇതെന്ത് ക്വാണ്ടിറ്റിയാണ്? വിച്ച് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെയും നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനും പറയാം, അതുപോലെ ആവറേജ് ആക്സിലറേഷനും പറയാം. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ആവറേജ് ആക്സിലറേഷൻ ആ ടോട്ടൽ ജേർണിയിൽ ഉണ്ടായിരുന്ന ആവറേജ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മുമ്പേ നമ്മൾ സ്പീഡും വെലോസിറ്റി എഴുതിയ പോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസിലെയും ആവറേജ് ആക്സിലറേഷൻസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ്, അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ടായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. അതായത് നമുക്ക് 3 ടേംസ് ഇവിടെ തന്നിട്ടുണ്ട്: പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ. അപ്പോൾ നമുക്കറിയാം ഇവർ 3 പേരും തമ്മിൽ റിലേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് റിലേഷൻസ്? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, dx/dt ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് dv/dt ആണ്. ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുവാണെങ്കിൽ d²x/dt² ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഇനി ആക്സിലറേഷൻ തന്നിട്ട് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ? ഡിഫറൻസിയേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം. അതെന്താണ്? ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇവിടെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് എ ആണ്. അതിൽ നിന്നും വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഇൻ്റഗ്രൽ dv = ഇൻ്റഗ്രൽ a/dt. അതുപോലെ വെലോസിറ്റി തന്നിട്ടുണ്ട്, അതിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ dx = ഇൻ്റഗ്രൽ v/dt. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാം, വെലോസിറ്റിയിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഇനി ആക്സിലറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വെലോസിറ്റി കണ്ടുപിടിക്കാം, അവിടെ നിന്ന് നമുക്ക് പൊസിഷനും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വയ്ക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്, ആക്സിലറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. ആൻ ഒബ്ജക്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു റീട്ടാർഡേഷൻ. എന്താ മക്കളെ ഈ റീട്ടാർഡേഷൻ? സപ്പോസ് നമുക്ക് ആക്സിലറേഷന് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീട്ടാർഡേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീസിലറേഷൻ എന്ന് പറയും.
അപ്പോൾ നമുക്ക് ആ റീടാർഡേഷൻ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് dv/dt ഈസ് ഈക്വൽ ടു -5√v. അതിൽ നിന്നും എന്താ കണ്ടുപിടിക്കേണ്ടത്? വിച്ച് ഹാസ് ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് 4 മീറ്റർ പെർ സെക്കൻഡ്. ഇനിഷ്യൽ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്, u 4 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ടേക്കൺ ബൈ ദ ഒബ്ജക്റ്റ് ടു കം ടു റെസ്റ്റ് വുഡ് ബി. അപ്പോൾ കം ടു റെസ്റ്റ് ആകുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം സമയമെടുക്കുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. dv ഇതിനെ നമുക്ക് എല്ലാ ടേംസും ലൈക്ക് ടേംസിനെ ഒരുമിച്ച് കൊണ്ടുപോകാം. dv/√v ഈക്വൽ ടു -5dt. ഇനി എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ്. അപ്പോൾ ഇൻ്റഗ്രൽ 1/√v എന്ന് പറയുന്നത് 2√v ആണ്. ഇനി വെലോസിറ്റിയുടെ ഇനിഷ്യൽ ഫൈനൽ വാല്യൂസ് തന്നിട്ടുണ്ട് 4 to 0. ടൈം ഇനിഷ്യലി 0 എന്നുള്ള രീതിയിൽ എടുത്തു. ഫൈനൽ ടൈം എത്രയാണെന്ന് അറിയത്തില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം 2√v 4 to 0 ഈക്വൽ ടു -5t. എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 to t. സിംപ്ലിഫൈ ചെയ്യാം. അപ്പം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്കൊന്നും കിട്ടത്തില്ല. 0 മൈനസ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. √4 ഈക്വൽ ടു -5t. ഈ മൈനസും മൈനസും കട്ട് ചെയ്ത് കളയാം. 2 ഇൻറ്റു √4 എന്ന് പറയുന്നത് 4 വരും. 4 ഈക്വൽ ടു 5t. ദാറ്റ് ഈസ് t ഈസ് ഈക്വൽ ടു 4/5 സെക്കൻഡ്. t ഈസ് ഈക്വൽ ടു 4/5 സെക്കൻഡ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഇവിടെ നമ്മൾ കുറച്ച് വെക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും, എങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനെ ഡീൽ ചെയ്യും. അതിനു മുന്നേ ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് വെക്ടർ, പ്രൊജക്ടൈൽ മോഷൻ, സർക്കുലാർ മോഷൻ, റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ ഓൾറെഡി നമ്മൾ നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടെ കൂട്ടി ഞാൻ ഇവിടെ 2Dയിലാണ് പറയുന്നത്, അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിനിലാണ് പറയുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ടായിരിക്കും, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. സെയിം കൺസെപ്റ്റ് തന്നെ, അതുകൊണ്ട് 2Dയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വെക്ടേഴ്സിനെ പറ്റി നമുക്ക് നല്ലൊരു ധാരണയുണ്ട്. നമ്മളൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിട്ടുള്ള പ്രൊജക്ടൈൽ മോഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് മോഷനാണ്? ഒരു 2 ഡയമെൻഷണൽ മോഷനാണ്. 2 ഡയമെൻഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പാത്താണ് ഒരു പ്രൊജക്ടൈൽ മോഷൻ ഫോളോ ചെയ്യുന്നത്? പരാബോളിക് പാത്താണ് അല്ലേ? അങ്ങനെ പരാബോളിക് പാത്ത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താ കണ്ടീഷൻസ്? നമ്മളൊരു ഗ്രൗണ്ടിൽ നിന്നും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഒരു ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഒരു ബോഡീനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്റ്റ് ചെയ്യണം. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി എന്ത് പാത്ത് ഫോളോ ചെയ്യും? പരാബോളിക് പാത്ത് ഫോളോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫിഗറിൽ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കിയേ, അവിടെ ഗ്രൗണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ടിൽ നിന്നും ഒരു പർട്ടിക്കുലർ ആംഗിൾ തീറ്റയിൽ വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി യുയിൽ നമ്മൾ ആ ബോഡീനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുവാണ്, അല്ലെങ്കിൽ ഫുട്ബോളിനെ കിക്ക് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ആ ബോഡി ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് പരാബോളിക് പാത്താണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ നോക്കുമ്പം നമുക്ക് 2 ഡയറക്ഷനിൽ മോഷൻ കാണാൻ പറ്റും. 2 ഡയറക്ഷനിൽ. ഏതൊക്കെ ഡയറക്ഷനിലാണ്? എലോങ് ദി എക്സ് ഡയറക്ഷന് നമുക്കൊരു മോഷൻ കാണാൻ പറ്റും, അതുപോലെ എലോങ് ദി വൈ ഡയറക്ഷന് നമുക്ക് മോഷൻ കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാം എലോങ് ദി എക്സ് ഡയറക്ഷനും അതുപോലെ എലോങ് ദി വൈ ഡയറക്ഷനും എന്തുണ്ട്? മോഷനുണ്ട്. എക്സ് ഡയറക്ഷനുള്ള മോഷനെ നമ്മൾ ഹൊറിസോണ്ടൽ മോഷൻ എന്നും വൈ ഡയറക്ഷനുള്ള മോഷനെ നമ്മൾ വെർട്ടിക്കൽ മോഷനും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ മോഷൻ്റെയും പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ മോഷനിലെ ആക്സിലറേഷനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, എലോങ് ദി എക്സ് ഡയറക്ഷൻ ആക്സിലറേഷൻ 0 ആണ്. പക്ഷേ എലോങ് ദി വൈ ഡയറക്ഷൻ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ആക്സിലറേഷൻ 0 ആണ് എന്നുണ്ടെങ്കിൽ, ഒരു മോഷനിൽ ആക്സിലറേഷൻ 0 ആണെങ്കിൽ there is no change in velocity. വെലോസിറ്റിക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടെങ്കിലേ എന്തുള്ളൂ? ആക്സിലറേഷൻ ഉള്ളൂ. പക്ഷേ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. ബിക്കോസ് ആക്സിലറേഷൻ ഈസ് 0.
വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോഷനെ എന്തെന്ന് പറയും? ഒരു പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്ന മോഷൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മോഷൻ ഈസ് നോൺ ആസ് യൂണിഫോം മോഷൻ. അപ്പോൾ നമുക്ക് പറയാം ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ എന്ന് പറയുന്നത് യൂണിഫോം മോഷനാണ്. പ്രൊജക്ടൈൽ മോഷനിൽ എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ എന്ത് ടൈപ്പ് മോഷനാണ്? യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ മീൻസ് വെലോസിറ്റി കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ 0. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കോൺസ്റ്റന്റ്. ഇനി രണ്ടാമത് നോക്കിക്കേ. രണ്ടാമത് നമ്മുടെ വെർട്ടിക്കൽ മോഷൻ ആണ്, എലോങ് ദ വൈ ആക്സിസ് ആണ്. എലോങ് ദ വൈ ആക്സിസ് നമുക്കൊരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് കിട്ടുന്നത്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുന്നത്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോഷനെ എന്ത് പറയും? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ നമുക്ക് പറയാം വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സെറ്റ് ഓഫ് ഇക്വേഷൻസ് യൂസ് ചെയ്യാം? കൈനമാറ്റിക് ഇക്വേഷൻസ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ v equal to u plus at, v square is equal to u square plus 2as, s is equal to ut plus half at square. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, പ്രൊജക്ടൈൽ മോഷനിൽ എലോങ് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ യൂണിഫോം മോഷൻ ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. എലോങ് ദി വെർട്ടിക്കൽ ഡയറക്ഷൻ y ആക്സിസിൽ എലോങ് ആയിട്ടുള്ള മോഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഓക്കെ, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? കൈനമാറ്റിക് ഇക്വേഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ അറിയാം. ഇവിടെ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി യുയിലാണ് ആ ഒരു ബോഡീനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എലോങ് ദ എക്സ് ഡയറക്ഷൻ ആ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? യു കോസ് തീറ്റ. യു കോസ് തീറ്റ. തീറ്റയായിട്ട് അടുത്തുള്ള സൈഡ് യു കോസ് തീറ്റ. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിനെ എങ്ങനെ എഴുതാം? യു സൈൻ തീറ്റ. അപ്പോൾ നമുക്കിങ്ങനെ വെലോസിറ്റിനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഓരോ പോയിന്റിലെയും ഈ പോയിന്റിലെ വെലോസിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പം എലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ വെലോസിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു? കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പം എപ്പോഴും എലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, എലോങ് ദി എക്സ് ഡയറക്ഷൻ എപ്പോഴും വെലോസിറ്റി എന്ത് തന്നെയാണ്? യു കോസ് തീറ്റയാണ്. ത്രൂ ഔട്ട് ദ പ്രൊജക്ടൈൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള വെലോസിറ്റി എപ്പോഴും എന്ത് തന്നെയാണ്? യു കോസ് തീറ്റ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്ടൈൽ മോഷനിലെ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള കുറച്ച് ടേംസ് ഒക്കെ നമുക്ക് നോക്കാം. അതിൽ വെലോസിറ്റി നമുക്ക് ആദ്യം നോക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റിയുടെ കാര്യം നമ്മളിപ്പം പറഞ്ഞു. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റയാണ്, യു വൈ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ബൈ വെക്ടോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ഇനിഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് യു സൈൻ തീറ്റ ജെ ക്യാപ്. യു സൈൻ തീറ്റ ജെ ക്യാപ്. ഈ ഒരു രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ ആഫ്റ്റർ എ ടൈം ടി, ഒരു ടൈം കഴിയുമ്പോഴുള്ള വെലോസിറ്റി വി എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. അതെപ്പോഴും എന്ത് തന്നെയാണ്? യു കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ ആ ടേമിന് വ്യത്യാസമൊന്നുമില്ല. വെർട്ടിക്കൽ ഡയറക്ഷനുള്ള വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബൈ യൂസിങ് കൈനമാറ്റിക് ഇക്വേഷൻസ്. ഏതാണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഫോമാറ്റിൽ നമുക്ക് എഴുതാം. അപ്പം എലോങ് ദ വൈ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിനെല്ലാം നമുക്ക് വൈ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. വൈ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പം യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റയാണ്, എ വൈ എന്ന് പറയുന്നത് മൈനസ് ജി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ യു വി വൈ എന്ന് പറയുന്ന യു സൈൻ തീറ്റ മൈനസ് ജി ടി എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം? വെക്റ്റർ ഫോമിൽ നൊട്ടേറ്റ് ചെയ്യാം. വി ഇസ് ഈക്വൽ ടു വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ജെ ക്യാപ്. ഈ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇനിഷ്യലി ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0. ഇനി ആഫ്റ്റർ എ ടൈം ടി കഴിയുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമ്മൾ പറഞ്ഞു എലോങ് ദ എക്സ് ഡയറക്ഷൻ മോഷൻ എങ്ങനെയാണ്? യൂണിഫോം മോഷനാണ്.
യൂണിഫോം മോഷൻ ആണ്, ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ 0 ആയിട്ടുള്ള മോഷൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിൽ നമുക്ക് ഡിസ്റ്റൻസിനെ എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പം വെലോസിറ്റി അലോങ് എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് യു കോസ് തീറ്റ. അപ്പം എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് യു കോസ് തീറ്റ ഇൻറ്റു ടി. ഇനി വൈ ഡയറക്ഷനുള്ള മോഷൻ എന്താണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എലോങ് ദ വൈ ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്കിതിന് വൈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇങ്ങനെ നമുക്ക് ഓരോ പോയിന്റിലെയും വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് അതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട സെറ്റ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഈ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച്. എന്താണ് ഈ 3 ടേംസ്? ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ടി ഈസ് ഈക്വൽ ടു 0ൽ ആ പ്രൊജക്ടൈൽ മോഷൻ സ്റ്റാർട്ട് ചെയ്തു, അത് എൻഡ് ചെയ്തു വേറൊരു ടൈമിൽ. അപ്പോൾ ആ പ്രൊജക്ടൈൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. which is represented by capital T and equal to 2u sin theta by g, where u is initial velocity, theta എന്ന് പറയുന്നത് angle of projection. ഏത് ആംഗിൾ ആണോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തത് അത്. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ. അപ്പം ഈ പകുതി പോർഷനിലെ മാക്സിമം ഹൈറ്റ് പോർഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർഷനും നമുക്കൊരു സിമട്രിക് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം പ്രൊജക്ടൈൽ മോഷൻ സിമട്രിക് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് മാക്സിമം ഹൈറ്റ് വരെ എത്താനെടുത്ത ടൈം. അതുപോലെ മാക്സിമം ഹൈറ്റിൽ നിന്നും താഴെ വരെ എത്താനെടുത്ത ടൈം ഓഫ് ഡിസെൻറ്റ്. അപ്പം ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഈ മാക്സിമം ഹൈറ്റ്, അതിന് എത്രമാത്രം ഹൈറ്റ് ഗ്രൗണ്ടിൽ നിന്നും വെർട്ടിക്കൽ ഡയറക്ഷനിൽ എത്രമാത്രം ഉയരാൻ പറ്റി എന്നുള്ളതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്ന വാല്യൂ. ദിസ് ഈസ് മാക്സിമം ഹൈറ്റ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് മാക്സിമം ഹൈറ്റ്, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച്, എത്രമാത്രം ദൂരത്തേക്കാണ് ആ ഒരു എക്സ് ഡയറക്ഷനിൽ എത്രമാത്രം ദൂരത്തേക്കാണ് ആ ഒരു പ്രൊജക്ടൈൽ പോയത്, വിച്ച് ഈസ് ദിസ്. ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്, റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ ആർ. ഓക്കെ, ഹൊറിസോണ്ടൽ മോഷൻ എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ചിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഈ 3 ഇക്വേഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. A projectile half of its maximum height at a certain instant of time and reaches again at the same point 10 seconds later. The maximum height achieved by the particle is. നമുക്ക് ആദ്യം ഒരു പ്രൊജക്ടൈൽ വരയ്ക്കാം. ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ റീച്ചസ് ഹാഫ് ഓഫ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ്. ഇവിടെ വരെ എത്തിയെന്ന് വിചാരിക്കുക. ഇതാണ് h/2, ഹാഫ് ഓഫ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ് at a certain instant of time. ഏതോ ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ അവിടെ വരെ എത്തി. ആൻഡ് റീച്ചസ് അഗെയിൻ അറ്റ് ദ സെയിം പോയിന്റ് 10 seconds later. അപ്പോൾ എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും. ഇതും എന്ത് തന്നെയാണ്? h/2 തന്നെയാണ്. അവിടെ എത്തിയത് 10 സെക്കൻഡിൽ. അപ്പോൾ ഇവിടെ 0 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയാണ്? 10 സെക്കൻഡ്. അപ്പോൾ ഇവിടെ വരെയുള്ള ടൈം, ഇവിടെ വരെ മാക്സിമം ഹൈറ്റ് വരെ എത്താനുള്ള ടൈം എത്രയായിരിക്കും? 5 സെക്കൻഡ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള സമയം എത്രയായിരിക്കും? 5 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മോഷൻ ഉപയോഗിച്ച്, കൈനമാറ്റിക് ഇക്വേഷൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ആ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഹൈറ്റ് കണ്ടുപിടിക്കാൻ, ഹൈറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് കൈനമാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം? S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ഇനി എസ് എത്രയാണ്? ഹൈറ്റ്, വിച്ച് ഈസ് h/2. നമ്മൾ ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള കേസാണ് ഞാൻ എടുക്കുന്നത്, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈറ്റ് താഴോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് വിച്ച് ഈസ് -h/2. താഴോട്ട് എടുക്കുന്ന മെഷർമെൻറ്റ്സ് എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. മാക്സിമം ഹൈറ്റിലെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 0. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ആണ് ഈ മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി, വിച്ച് ഈസ് 0. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം?
യു ടി എന്ന് പറയുന്ന ടേം എന്തായിട്ട് പോകും? 0 ആയി പോകും. ഒരു മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ഈസ് 0. 0 മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ടി എത്രയാണ്? 5 സ്ക്വയർ. ജി എത്രയാണ്? 10 ആയിട്ട് എടുക്കാം. ജി നമുക്ക് 10 ആയിട്ട് എടുക്കാം. അപ്പോൾ എത്ര കിട്ടും? മൈനസും മൈനസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എച്ച് ഈക്വൽ ടു 2 2 കട്ട് ചെയ്ത് കളയാം. അപ്പം 10 ഇൻറ്റു 25 വിച്ച് ഈസ് 250 മീറ്റർ. 10 ഇൻറ്റു 25. ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ 1. അപ്പം നിങ്ങൾ ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണെങ്കിൽ യൂണിഫോം മോഷൻ ആയിരിക്കും. വെർട്ടിക്കൽ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളും ആ 3 ഇക്വേഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൈറ്റ്, അതുപോലെ നമ്മുടെ റേഞ്ച്, ഈ 3 ഇക്വേഷൻസും അറിയാമെന്നുണ്ടെങ്കിൽ പ്രൊജക്ടൈലിലെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ സർക്കുലാർ മോഷനിലെ മോഷനിലെ പ്ലെയിനിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് സർക്കുലാർ മോഷൻ. എന്താ സർക്കുലാർ മോഷൻ? പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടെയാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോഷനെ എന്തെന്ന് പറയും? സർക്കുലാർ മോഷൻ എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരവും നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് ആ ഒരു ടൈപ്പ് മോഷൻ ആയിരുന്നോ? അല്ല. പാർട്ടിക്കിൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അല്ലെങ്കിൽ 2 ഡയമെൻഷനിൽ വേറെ ഏതെങ്കിലും ഡയറക്ഷനിലൊക്കെ മൂവ് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. ആ കേസിൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഈ 5 ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ സർക്കുലാർ മോഷനിലോട്ട് വരുമ്പം ഈ ടേംസ് ഒക്കെ നമ്മൾ പറയുന്നത് ആംഗുലാർ ടേംസിലായിരിക്കും പറയും. ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് നമ്മൾ പറഞ്ഞു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടെയാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ സർക്കുലാർ മോഷൻ എന്ന് പറയും. അപ്പം പാർട്ടിക്കിൾ ഇനിഷ്യലി ഇവിടെ ആയിരുന്നു, ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സർക്കിളിനെ കൺസിഡർ ചെയ്യുമ്പം അത് സബ്സ്റ്റൻഡ് ചെയ്ത ആംഗിളാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം ആ ആംഗിളിനെ നമ്മൾ എന്ത് പറയും? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് തീറ്റ. ഓക്കെ, ഇനി നമ്മൾ സ്കൂൾ ലെവലിൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇവിടെ ആർക്ക് എത്രയാണ്? എസ് ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? തീറ്റ ഈസ് ഈക്വൽ ടു എസ് ബൈ ആർ. ഓക്കെ, വേർ തീറ്റ എന്ന് പറയുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, എസ് എന്ന് പറയുന്നതാണ് നമ്മുടെ നോർമലി ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ നിന്ന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസ്. ആർ എന്താണ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, ഇതുകൂടാതെ വെലോസിറ്റീനെയും ആക്സിലറേഷനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ഒമേഗ. ആംഗുലാർ വെലോസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ഒമേഗ. അവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് എഴുതിയെങ്കിൽ ഇവിടെ നമ്മൾ എന്താണെന്ന് എഴുതും? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, സർക്കുലാർ മോഷൻ വരുമ്പോഴെല്ലാം നമ്മൾ എന്തിൻ്റെ ടേംസിലാണ് പറയുന്നത്? ആംഗുലാർ ടേംസിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസും അതുപോലെ ആവറേജ് വെലോസിറ്റിയും എഴുതാം. അതുപോലെ തന്നെ ആക്സിലറേഷൻ എഴുതുമ്പം ആംഗുലാർ ആക്സിലറേഷൻ ആണ്, വിച്ച് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഇവിടെയും നമുക്ക് എന്ത് എഴുതാം? ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സിലറേഷനും എഴുതാം, ആവറേജ് ആംഗുലാർ ആക്സിലറേഷനും റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇവിടെ സർക്കുലാർ മോഷനിൽ അല്ലെങ്കിൽ നമുക്ക് ഈ സർക്കുലാർ മോഷനെയും സർക്കുലാർ മോഷനിലുള്ള ടേംസിനെ, ആംഗുലാർ വേരിയബിൾസിനെയും ലീനിയർ വേരിയബിൾസിനെയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവർ തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതിൽ ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും അതുപോലെ നമ്മുടെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ, ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷനാണ് എഴുതിയിരിക്കുന്നത്. വി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കത്തില്ലേ? കണ്ടുപിടിക്കാം. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ. ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ. ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ പ്ലസ് ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി.
ഡി ഒമേഗ ബൈ ഡി ടി എന്താണ്? നമ്മുടെ ആംഗുലാർ ആക്സിലറേഷൻ ക്രോസ് ആർ പ്ലസ് ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി എന്താണ്? ലീനിയർ വെലോസിറ്റി. അതിൽ ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷനാണ്. ടാൻജൻഷ്യൽ ആക്സിലറേഷനും സെൻട്രിപെറ്റൽ ആക്സിലറേഷനും. ഓക്കെ, അതിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എ സി എന്ന് പറയുന്നതിനെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് വൈസ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഒമേഗ വി, അല്ലെങ്കിൽ വി എന്ന് പറയുന്നതിനെ നമുക്ക് രണ്ടുപേരും എങ്ങനെയാണ്? രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ് കേട്ടോ. രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ്. ഞാൻ ആ ഒരു ഫിഗർ കാണിച്ചു തരാം. രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഫിഗർ എങ്ങനെ വരും? സർക്കുലാർ മോഷനിലെ ഫിഗർ ഈ ഒരു രീതിയിൽ ഫിഗർ വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എഴുതാം. എ സി ഈക്വൽ ടു ഒമേഗ ക്രോസ് വി ആണ്. അപ്പം രണ്ടുപേരും 90 ഡിഗ്രി ആംഗിളിലായതുകൊണ്ട് ഒമേഗ ഇൻറ്റു വി എന്ന് എഴുതാം. വിനെ നമുക്ക് വി എന്ന് പറയുന്നത് ഒമേഗ ക്രോസ് ആർ ആണ്. ഇവിടെ ഒമേഗയും ആറും എഗെയിൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഇസ് ഈക്വൽ ടു ഒമേഗ ആർ എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഒമേഗ ഇൻറ്റു ഒമേഗ ആർ വിച്ച് ഈസ് ഒമേഗ സ്ക്വയർ ആർ. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി എഴുതുവാണെന്നുണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് വി സ്ക്വയർ ബൈ ആർ. ഇനി എന്താണ് ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? എന്താണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ? ഡയറക്ഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇനി സ്പീഡ് ചേഞ്ച് ചെയ്യുന്ന കാരണം ഉണ്ടാവുന്നതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആക്സിലറേഷനെ നമുക്ക് റൂട്ട് ഓഫ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ സ്ക്വയർ പ്ലസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ സ്ക്വയർ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണിത്. എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 25 സെൻറ്റിമീറ്റർ. റേഡിയസ് തന്നിട്ടുണ്ട്. അറ്റ് 2 revolution per second ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ്, വിച്ച് ഈസ് ഒമേഗ സ്ക്വയർ ആർ അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ. പക്ഷേ വി സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ഒമേഗ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒമേഗ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടോ? നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 revolutions per second ആണ്. 2 revolutions per second എന്ന് പറയുന്നത് എന്താണ്? 2 revolutions per second എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് അല്ലേ? ഫ്രീക്വൻസി. അപ്പം എങ്ങനെ ഫ്രീക്വൻസിയുടെ ടേംസിൽ എഴുതാം? ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ ആണ്. അപ്പം ഒമേഗ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2π ഇൻറ്റു ന്യൂ വിച്ച് ഈസ് 2 വിച്ച് ഈസ് 4π ആണ് ഒമേഗ. ഇക്വേഷൻ അത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4π സ്ക്വയർ ഇൻറ്റു ആർ. ആർ എന്ന് പറയുന്നത് 25. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16π സ്ക്വയർ ഇൻറ്റു 25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻², വിച്ച് ഈസ് 4π സ്ക്വയർ. ദിസ് ഈസ് ദി ആക്സിലറേഷൻ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ദെൻ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി മീൻസ് നമ്മൾ 2 പേര് ഓടുവാണ് അല്ലെങ്കിൽ 2 കാറ് മൂവ് ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും 2 പേരും 2 വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഒരാൾ ഫ്രണ്ടിലാണ്, ഒരാൾ പുറകിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലായിരിക്കും. ആ കാറിൻ്റെ ഉള്ളിൻ്റെ അകത്തിരിക്കുന്ന ആൾ വിത്ത് റെസ്പെക്ട് ടു മറ്റേ കാറാണ് പറയുന്നത് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു കാർ ബി, എ എന്ന് പറയുന്നത് ഫ്രണ്ടിലായിരിക്കും, ചിലപ്പം പുറകിലായിരിക്കും. അവരുടെ വെലോസിറ്റീസ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഷൻ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ടേം ആണ്. ഇപ്പം നമുക്ക് ഓരോ ബോഡിയും റെസ്റ്റിലാണെന്ന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു പർട്ടിക്കുലർ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കുന്നതുകൊണ്ടാണ്. ഇനി എർത്തിൻ്റെ വെളിയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ആ ഒരു ബോഡി റെസ്റ്റിലാണോ? അല്ല, ആ ബോഡി എന്താണ്? മോഷനിലാണ്. അപ്പം അങ്ങനെ റിലേറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വി എ ബി. വി എ ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി ആണ്. ഈ ഇക്വേഷൻസ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് വരുന്ന 2 ടൈപ്പ് പ്രോബ്ലമാണ് റെയിൻമാൻ പ്രോബ്ലവും റിവർ ബോട്ട് പ്രോബ്ലം. അപ്പോൾ ആ 2 പ്രോബ്ലവും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് റെയിൻമാൻ പ്രോബ്ലം. അതായത് മഴ പെയ്യുമ്പം നമ്മൾ ഏത് ഡയറക്ഷനിൽ കുട പിടിക്കണം, നനയാതെ എങ്ങനെ കുട പിടിക്കാൻ പറ്റും. അപ്പോൾ വെറുതെ നമ്മൾ സ്റ്റാൻഡ് ചെയ്യുവാണ് അല്ലെങ്കിൽ വെറുതെ നമ്മൾ നിൽക്കുവാണ്, റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ മഴയുടെ ഡയറക്ഷനിൽ നേരെ വേർട്ടിക്കലി മേളിലോട്ട് എന്ത് ചെയ്താൽ മതി? കുട പിടിച്ചാൽ മതി. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലോ
മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നനയാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കണം കുട പിടിക്കുന്നത്. ആ ഡയറക്ഷൻ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുവാണ് മഴ നേരെ താഴോട്ടാണ് പെയ്യുന്നത് കേട്ടോ. മഴ നേരെ താഴോട്ട് പെയ്യുവാണ് വിത്ത് എ വെലോസിറ്റി VR. ഓക്കെ, ഞാൻ ഫ്രണ്ടിലോട്ട് നടക്കുവാണ് അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ഓടുവാണ് വിത്ത് എ വെലോസിറ്റി VM. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? VR മൈനസ് VM. VR മൈനസ് VM വെക്ടറായിട്ട് നോട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇതിനെ വെക്ടോറിക്കലി നമുക്ക് ഈ പടത്തിൽ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ VR താഴോട്ടാണ്, -VM ആണ്. -VM എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഈ ഡയറക്ഷനിൽ -VM. അങ്ങനെയാണെങ്കിൽ നെറ്റ് വാല്യൂ എങ്ങോട്ടേക്ക് കിട്ടും? ഈ ഡയറക്ഷനിൽ, വിച്ച് ഈസ് VRM. അപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിൽ കുട പിടിക്കണം? നമ്മളത് ഈ ഡയറക്ഷനിലായിരിക്കണം നമ്മുടെ കുട. ഈ ഡയറക്ഷനിൽ നമ്മൾ കുട പിടിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ദാറ്റ് ആംഗിൾ ഈസ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു VM/VR. ഈ റിലേഷൻ വെച്ച് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? റെയിൻ ഈസ് ഫോളിംഗ് ഡൗൺവേർഡ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 6 മീറ്റർ പെർ സെക്കൻഡ്. താഴേക്ക് 6 മീറ്റർ പെർ സെക്കൻഡിൽ മഴ പെയ്യുവാണ്. എ മാൻ റൈഡ്സ് ബൈസൈക്കിൾ വിത്ത് എ സ്പീഡ് ഓഫ് 8 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങോട്ടേക്ക് 8 മീറ്റർ പെർ സെക്കൻഡിൽ ഒരാൾ ബൈസൈക്കിൾ റൈഡ് ചെയ്യുവാണ്. ദ ഡയറക്ഷൻ വിച്ച് ഹീ ഷുഡ് ഹോൾഡ് ദി അംബർല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോഴത്തെ ഡയറക്ഷനിലോട്ട് -8 മാർക്ക് ചെയ്യാം. ഇതാണ് ഡയറക്ഷൻ വരേണ്ടത്. ഇതെന്ന് പറയുന്നത് 6, 8 ഏത് ട്രയാങ്കിൾ വരും? 3:4:5 ട്രയാങ്കിൾ ആണ്. ദാറ്റ് ഈസ് 6:8:10. അപ്പോൾ ഈ സൈഡ് എത്ര വരും? 10 മീറ്റർ പെർ സെക്കൻഡ്. ഈ ട്രയാങ്കിൾ വരുമ്പം ആംഗിൾസ് എത്രയാണ്? 37 ഡിഗ്രി, 53 ഡിഗ്രി, അതുപോലെ 90 ഡിഗ്രി. അപ്പം കറസ്പോണ്ടിങ് ഈ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ എത്ര വരും? ദാറ്റ് ആംഗിൾ 8ൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 53. ഈ ആംഗിൾ എന്ന് പറയുന്നത് 37. അങ്ങനെയാണ് ഏത് ഓപ്ഷൻ വരും? വെർട്ടിക്കലിൽ നിന്നും 53 ഡിഗ്രി മാറി, ഹൊറിസോണ്ടലിൽ നിന്നും 37 ഡിഗ്രി മാറി. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 3. ഹൊറിസോണ്ടലിൽ നിന്നും 37 ഡിഗ്രി മാറി. ഓക്കെ, ഇതുപോലെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റിവർ ബോട്ട് പ്രോബ്ലം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു റിവർ ഉണ്ട്. ഈ റിവറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് D ആണെന്ന് വിചാരിക്കുക. ഈ റിവറിലെ വെള്ളം ഫ്ലോ ചെയ്യുന്നത് വിത്ത് സ്പീഡ് VR ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യണം. എയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്യണം. ഞാൻ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് VM ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നേരെ ട്രാവൽ ചെയ്താൽ ഇവിടെ എത്തുമോ? ഇല്ല. പകരം ഞാൻ എവിടെയാണ് എത്തുന്നത്? ഇവിടെയായിരിക്കും എത്തുന്നത്. ഈ ഒരു പോയിന്റിലായിരിക്കും ഞാൻ എത്തുന്നത്. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? റിലേറ്റീവ് വെലോസിറ്റിയുടെ ടേംസിലാണ് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഷോർട്ടസ്റ്റ് ടൈം. ഈ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം സമയം എടുക്കും? ആ മിനിമം ടൈമിനെ നമുക്ക് എഴുതാം. മിനിമം ടൈം ഷോർട്ടസ്റ്റ് ടൈമിനെ നമുക്ക് മിനിമം ടൈം എന്ന് എഴുതാം. മിനിമം ടൈം എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം ഡിസ്റ്റൻസാണ് കവർ ചെയ്യേണ്ടത്? D ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ആ D ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്മൾ എത്രമാത്രം വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്? VM വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? VM. ഓക്കെ, VM എന്ന് എഴുതി കഴിഞ്ഞാൽ ശരിയാവുമോ? വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ് നമുക്ക് വേണ്ടത്. വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് നമ്മുടെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ആംഗിൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? തീറ്റ. ഓക്കെ, വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ത് തന്നെയാണ്? VM തന്നെയാണ്. VM ആയിട്ട് തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. VM ആണ്. ഓക്കെ, അപ്പോൾ ഷോർട്ടസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി? D/VM ചെയ്താൽ മതി. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങോട്ടേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ട് അല്ലേ? ഇവിടെ നിങ്ങോട്ടേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഡ്രിഫ്റ്റ്. ആ ഷിഫ്റ്റിനെ നമ്മൾ എന്ത് പറയും? ഡ്രിഫ്റ്റ് എന്ന് പറയും. ആ ഡ്രിഫ്റ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ആ കവർ ചെയ്ത ഡിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് SX ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് UX × T ആണ്. വിച്ച് ഈസ് UX എന്ന് പറയുന്നത് ഈ സ്പീഡ് എത്രയാണ്? ഇങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ റിവർ ഫ്ലോ ചെയ്യുന്ന സ്പീഡ് വിച്ച് ഈസ് VR × D/VM. D/VM അല്ലേ? അതെ. ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രിഫ്റ്റിനെ എങ്ങനെ എഴുതാം? ഡ്രിഫ്റ്റ് ഈസ് ഈക്വൽ ടു D × VR/VM.
ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. എ സ്വിമ്മർ ക്യാൻ സ്വിം വിത്ത് എ വെലോസിറ്റി 2.5 മീറ്റർ പെർ സെക്കൻഡ് റിലേറ്റീവ് ടു വാട്ടർ. സ്വിമ്മറിൻ്റെ വെലോസിറ്റി, സ്വിമ്മർ ഇങ്ങനെ സ്വിം ചെയ്യുവാണ് വിത്ത് എ വെലോസിറ്റി 2.5. ഇഫ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ ഈസ് 1.2 കിലോമീറ്റർ ആണ് റിവറിൻ്റെ വിഡ്ത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ടി മിനിമം ഈക്വൽ ടു ഡിസ്റ്റൻസ് 1.2 ഇൻറ്റു 10⁻³ മീറ്റർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി 2.5. ഓക്കെ, ഇനി എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? ദ അതർ ബാങ്ക് ഈസ്, ഷോർട്ടസ്റ്റ് ടൈം മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം 1200 ഡിവൈഡഡ് ബൈ 25 വിച്ച് ഈസ് 480 സെക്കൻഡ്. 480 സെക്കൻഡ് ഉണ്ടോ? ഇല്ല, മിനിറ്റിലാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? 480 ഡിവൈഡഡ് ബൈ ടി മിനിമം ഈക്വൽ ടു 480 ഡിവൈഡഡ് ബൈ 60. 480 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുന്നത് 8 മിനിറ്റ്. 8 മിനിറ്റ് കൊണ്ട് അയാൾ എന്ത് ചെയ്യും? റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ ചെല്ലും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും കൺസെപ്റ്റുകൾ 3 ചാപ്റ്ററിൽ നിന്നും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാം ഈ 3 ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.